എൻ്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്. 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെന്നാണ്, ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെന്നാണ്, ഇതിന് വില കൂടുതലാണ്. ഈ പേനകൾ തമ്മിൽ 10,000-3000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലായും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം KSRTCയിലെ ബസ്സുകൾ വാങ്ങിയതിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന മട്ടിലൊരു വാർത്ത പ്രചരിപ്പിച്ചു. അതിൻ്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വ്യാജ വാർത്തകൾ ചമച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമ ധാർമ്മികതയ്ക്ക് ചേർന്നല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് KSRTC ഒരേ ദിവസം 2 വിലയ്ക്കുള്ള വണ്ടി വാങ്ങിയെന്നാണ് ആ മാധ്യമപ്രവർത്തകൻ വാർത്തയിലൂടെ പ്രചരിപ്പിച്ചത്. അത് തെറ്റായ വാർത്തയാണ്. അദ്ദേഹം അതോടൊപ്പം ചില രേഖകൾ മാധ്യമത്തിലൂടെ ടിവിയിലൂടെ കാണിച്ചിരുന്നു. അത് തെറ്റായ രേഖകളാണ്. അത്തരത്തിലൊരു രേഖ KSRTCയിലില്ല. അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക് KSRTC ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വണ്ടി വാങ്ങിയിട്ടില്ല. അദ്ദേഹം ഒരു വാർത്തയിൽ പറയുന്നത് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ അസത്യം ചെയ്യുന്ന ആളല്ല. അഴിമതി കിടക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ രാഷ്ട്രീയ തുടക്കം മുതൽ കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ എന്നും അഴിമതിക്കെതിരെ പോരാടിയിട്ടുണ്ട്. എൻ്റെ പോരാട്ടങ്ങൾ ശരിയാണ് എന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം ഞാനൊരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണകാലത്ത് തെറ്റായ ഒരു നടപടി ഉണ്ടായി എന്ന് പറയുന്നത് എനിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൽപ്പെട്ട ഘടകകക്ഷികൾക്കും ലജ്ജാകരമായ കാര്യമാണ്. ഈ വാർത്ത അസത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. അതിൻ്റെ എല്ലാ രേഖകളും നിങ്ങളെ ഞാൻ കാണിക്കാം. KSRTC ഒരിക്കൽ പോലും ഈ പറയുന്ന 29 ലക്ഷം 2 തരം വണ്ടികളാണ് KSRTC പറ്റി പറയുന്നത്. ഈ വാർത്തയിൽ കാണിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് KL 15A7977 എന്ന വണ്ടിയാണ്. അത് എയർ സസ്പെൻഷനോട് കൂടിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. അതോടൊപ്പം അദ്ദേഹം വാർത്തയിൽ കാണിക്കുന്ന മറ്റൊരു വണ്ടി, ആ വണ്ടി അതേ ദിവസം വാങ്ങിയെന്ന് പറഞ്ഞ് കാണിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നു 29,82,000 രൂപയ്ക്ക് ചേസിസ് വാങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷെ തികച്ചും അത് വ്യാജമാണ്. ആ വണ്ടിയുടെ KSRTC കൊടുത്തിരിക്കുന്ന വില 21,64,000 രൂപയാണ്. അതായത് 6-7 ലക്ഷം രൂപയോളം 8 ലക്ഷം രൂപയോളം ഈ ഒരൊറ്റ വണ്ടിയിൽ ഈ വാർത്ത ചെയ്ത ലേഖകൻ കൂട്ടിക്കാണിച്ചിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു രേഖയുണ്ട് ടിവിയിൽ കാണിക്കുന്നത്. അത് KSRTCയുടെ ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയാണ് അദ്ദേഹം അതിൽ കാണിക്കുന്നത്. ഇത് ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയിൽ പറയുന്നത് തെറ്റാണ്. യഥാർത്ഥ കണക്കനുസരിച്ച് ഈ വണ്ടി വാങ്ങിയിരിക്കുന്നത് 21 രൂപയ്ക്കാണ്. ഈ എയർ സസ്പെൻഷനുള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് KL 15A2915 എന്നൊരു ബസ്സാണ് കാണിക്കുന്നത്. ആ ബസ് സ്പ്രിംഗ് സസ്പെൻഷനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അപ്പോൾ 2 തരം വണ്ടികളാണ്. സൂപ്പർ ഫാസ്റ്റിന് വേണ്ടി വാങ്ങിയത് എയർ ബസ്സും ഫാസ്റ്റ് പാസഞ്ചറിന് വേണ്ട സ്പ്രിംഗ് സസ്പെൻഷനാണ് വാങ്ങിയത്. അതിൻ്റെ വിലയായി ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് 27,75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില, അതിനുവേണ്ടി KSRTC പേ ചെയ്ത പണം വെറും 20,62,000 രൂപയാണ്. അപ്പം അതിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 7 ലക്ഷം രൂപയോളം കൂട്ടിക്കാണിക്കുകയും അതിലൂടെ KSRTCക്ക് 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഈ വാർത്തയിൽ ഈ ലേഖകൻ പ്രചരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ചില സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി കരിവാരി തേക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കാനും അഴിമതി നടത്തിയെന്ന് വരുത്തി തീർക്കാനും ഒരു ശ്രമം വൻതോതിൽ നടത്തുകയും അതിൻ്റെ പേരിൽ എനിക്കെന്തോ കാറ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അത്തരത്തിലൊരു വ്യാജ പ്രചരണം ഒരു അറിയപ്പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിലൂടെ ഒരു ലേഖനം ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് അദ്ദേഹം ടിവിയിൽ കാണിച്ച സ്ക്രീൻഷോട്ടിൻ്റെ ഇതാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് 27 ലക്ഷം രൂപയ്ക്ക്. ഇതെല്ലാം വ്യാജമാണ്. ഈ എഴുതി കാണിച്ചിരിക്കുന്ന ഈ കണക്കുകളെല്ലാം 27 ലക്ഷം രൂപ, 20,74,000 രൂപ, 593 രൂപ, 14 എണ്ണം ബസ്സുകളുടെ എണ്ണം. അതുപോലെ 27,98,000 രൂപയ്ക്ക് 30 ബസ്, 29 ലക്ഷം രൂപ, 30 ലക്ഷം രൂപയ്ക്കൊന്നും KSRTC വണ്ടി വാങ്ങിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഫിഗറില്ല. KSRTCയിൽ അങ്ങനെ ഫിഗറില്ല, അങ്ങനെ കൊടുത്തിട്ടുമില്ല. അത് എല്ലാവരും അത് വ്യക്തമായി മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായി വാങ്ങിയിരിക്കുന്ന വില എന്ന് പറയുന്നത് KSRTC അതിനുശേഷം വാങ്ങിയ വണ്ടി 60 വണ്ടികൾ ആദ്യം വാങ്ങി. അപ്പോൾ GST 28%. അപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തികളും കാറ് വാങ്ങിക്കുമ്പോൾ അറിയാം 28% കേന്ദ്ര GST. ആ GSTയിൽ പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത മാസങ്ങളിൽ ഒരു കുറവ് വരുത്തി അത് 28% എന്നുള്ളത് 18% കുറവ്. അതിൻ്റെതായ ലാഭമുണ്ട്.
അപ്പോൾ ആ GST ഇനത്തിൽ 28% GST ഉയർന്ന സമയത്ത് 23,47,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്, ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് വാങ്ങിയത്. 18% GST കുറഞ്ഞപ്പോൾ അതേ വണ്ടിക്ക് 21,64,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി. ഒരേ വണ്ടിയാണ്. പക്ഷെ എന്ത് പറ്റി? ആദ്യം 60 വണ്ടി വാങ്ങിച്ചു, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് 60 വണ്ടി വാങ്ങിച്ചതുകൊണ്ട് രണ്ടാം ഘട്ടം വാങ്ങുമ്പോൾ നമുക്ക് അങ്ങോട്ട് കോളടിച്ചു. അതിലൂടെ മാത്രം KSRTCക്ക് ഇദ്ദേഹം 4 കോടി നഷ്ടമെന്ന് പറയുന്നിടത്ത് 3 കോടി രൂപ ലാഭം ഉണ്ടായി. ഈ 2 ഘട്ടമായി വാങ്ങിച്ചപ്പോൾ 28% നിന്നും 18% വാങ്ങുമ്പോൾ ആ വ്യത്യാസത്തിൽ തന്നെ KSRTCക്ക് 3 കോടി രൂപ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്, നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ വ്യാജ വാർത്ത ചമയ്ക്കുകയും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് 3,06,07,967 രൂപ 80 പൈസ KSRTCക്ക് ഈ 2 പർച്ചേസിനിടയിൽ ലാഭമുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിയിട്ടില്ല, 29 ലക്ഷത്തേക്കും വണ്ടി വാങ്ങിച്ചിട്ടില്ല. അത് തെറ്റാണ്. KSRTC 28% ഉള്ള സമയത്തും KSRTC വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് 23,47,458 രൂപയ്ക്കാണ്. അത് സൂപ്പർ ഫാസ്റ്റ് ബസ്, എയർ സസ്പെൻഷനുള്ള വണ്ടി. മറ്റേ വണ്ടി സ്പ്രിംഗ് ലൈറ്റ് ഉള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നു 27,74,593 രൂപയ്ക്ക് വാങ്ങിയെന്നാണ്. തെറ്റായ വാർത്തയാണ്. അന്ന് 22,37,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ വണ്ടി 18% GST ആയി കുറഞ്ഞപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് 21,64,063 രൂപ 36 പൈസയാണ് ബില്ല് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഓർഡിനറി ബസ്സിന് ഈ 18% കുറഞ്ഞപ്പോൾ 20,62,659 രൂപ 56 രൂപ 52 പൈസയാണ് വന്നിരിക്കുന്നത്. ഈ രണ്ടിലും വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിൻ്റെ പുറത്ത് ഈ GST വ്യത്യാസത്തിൽ 1,83,395 രൂപ 70 പൈസയും, സ്പ്രിംഗ് പ്ലേറ്റ് ഉള്ള ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചറിൽ 1,74,801,40 ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസത്തിലൂടെ മാത്രം KSRTCക്ക് ആ പർച്ചേസിൽ 3,06,07,067 രൂപ 38 പൈസ 80 പൈസ ലാഭമുണ്ടായി. ഇത് തെറ്റായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് എടുത്ത് കാണിക്കുന്നത്? അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്താ? 2 പേന, ഒന്ന് റിനോൾഡിൻ്റെ പേനയും ഒന്ന് പാർക്കറിൻ്റെ പേനയും. റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയും വെച്ചാണ് ഉദാഹരണം. ഈ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നതേ അസത്യത്തിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ലാതെ ആളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. എൻ്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്, 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെന്നാണ്, ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെന്നാണ്, ഇതിന് വില കൂടുതലാണ്. ഈ പേനകൾ തമ്മിൽ 10,000-3,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അന്ന് ആ ലേഖകൻ മനസ്സിലാക്കേണ്ടത് ഈ എയർ ബസ് പിന്നെ എയർ സബ്സ്റ്റിറ്റ്യൂഷനുള്ള ബസ്സും ഓർഡിനറി ബസ്സും തമ്മിൽ ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പേന കാണിച്ചതുകൊണ്ട് ഞാൻ പേന കാണിക്കാം. 2 മഞ്ഞ പേനയാണ്, 2നും വില വ്യത്യാസമുണ്ട്. ഇതുമായിട്ട് 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലും ഡോട്ട് പെന്നിനും വില കുറവുമാണ്. അപ്പോൾ റിനോൾഡിൻ്റെ പേനയും പാർക്കറുടെ പേനയും കൂടെ കാണിച്ച് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പേന എടുത്ത് കാണിച്ചാണ് ഉദാഹരണം, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാരായ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു പേന എടുത്ത് ഉദാഹരണം. പേന എടുത്ത് തന്നെ ഞാനും ഉദാഹരണം പറഞ്ഞു. പേന 2 പേനയും തമ്മിലുള്ള വില വ്യത്യാസമാണ്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്.